إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ് വെള്ളം എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമഹ മിനൻ നഈം. നാളെ ഖിയാമത്ത് നാളിൽ ഒരു അടിമ തന്റെ നിഅമത്തിൽ നിന്ന്, അല്ലാഹു തആല അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം അയ്യുഖാല ലഹു, അവനോട് പറയപ്പെടും, അലം നുസിഹ്ഹ ലക ജിസ്മക, നിനക്ക് നിന്റെ ശരീരത്തിൽ ഞാൻ ആരോഗ്യം നൽകിയില്ലേ? അതുപോലെ തന്നെ അലം നുറബ്ബിക മിനൽ മാഇൽ ബാരിദ്, അതുപോലെ തന്നെ നിനക്ക് തണുത്ത ജലം, വെള്ളം നാം നിന്നെ കുടിപ്പിച്ചില്ലേ എന്ന് നാളെ പരലോകത്ത് അവനോട് ചോദിക്കുമെന്നുള്ളതാണ്. അല്ലാഹു തആല നിഅമത്തുകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം തന്റെ അടിമയോട് ചോദ്യം ചെയ്യുന്ന, അടിമ ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ നിഅമത്തുകളിൽപ്പെട്ടതാണ് വെള്ളം അവന് ലഭിച്ചു, അല്ലാഹു തആല അവനെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള കാര്യം ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളത്തെക്കുറിച്ച്, അതിന്റെ ഉപകാരങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ലാതെ അവന് ജീവിക്കുക സാധ്യമല്ല. മനുഷ്യനെന്നല്ല, ഏത് മൃഗങ്ങളാണെങ്കിലും ഏത് ജന്തുക്കളാണെങ്കിലും ജലമില്ലാതെ, വെള്ളമില്ലാതെ അവർക്ക് ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയൊരു നിഅമത്താണ് വെള്ളം എന്നുള്ളത്. ഈ വെള്ളം അല്ലാഹു തആല നമ്മളിലേക്ക് എത്തിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള വലിയൊരു മാർഗമാണ് മഴ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. മത്തർ, മഴ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള വലിയൊരു കാര്യം, അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും വിശുദ്ധ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല മഴയെ സംബന്ധിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ. അല്ലാഹു തആല മഴയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തഹൂറായ ജലം എന്നാണ്. ഇന്ന് സമായിൽ ശുദ്ധിയുള്ള, ശുദ്ധമായ ജലം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു എന്ന് പറഞ്ഞു. മഴയെ സംബന്ധിച്ചാണ് അല്ലാഹു തആല മാഉൻ തഹൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അനുഗ്രഹീതമായ ബറക്കത്തുള്ള വെള്ളം നൽകി അതുപോലെ തന്നെ പറയുന്ന വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മഴ എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്നുള്ള വലിയൊരു നിഅമത്താണ്, അല്ലാഹുവിന്റെ വല്ലാത്ത റഹ്മത്താണ്. അതിനൊരുപാട് ഫവായിദുകളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ, മെച്ചങ്ങൾ, നേട്ടങ്ങൾ, അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യനെന്ന പോലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅ, നിങ്ങൾക്ക് നാം ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അല്ലാഹു തആല മഴ മുഖേന ഇവിടെ ഫലങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി, റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായിക്കൊണ്ട്, ഉപജീവനമായിക്കൊണ്ട്
നിങ്ങൾക്ക് പലതും അല്ലാഹു തആല ഈ മഴവെള്ളത്തിൽ നിന്ന് അല്ലാഹു തആല ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മഴ കൊണ്ടുള്ള ഒരുപാട് ഫായിദകളിൽപ്പെട്ട ഒരു ഫായിദ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് റിസ്ക് ഇതിലൂടെ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഭൂമിയെ ജീവിപ്പിക്കുക, ഇഹ്യാഉൽ അർദ്, ഭൂമിയെ ജീവിപ്പിക്കുക എന്നുള്ള കാര്യം ഈ മഴയിലൂടെ സംഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായ അവസ്ഥയിൽ നിന്ന് അതിനെ തന്നെ ജീവിപ്പിക്കുന്നത് എന്ത് കാരണത്താലാണ് അല്ലാഹു തആല മഴ നൽകി പിന്നീട് ഭൂമി വീണ്ടും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിത്തീരുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല മഴയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹ്ഹിറകും ബിഹി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മൾക്ക് മാലിന്യങ്ങളിൽ നിന്നും അതുപോലെ നജസ്സുകളിൽ നിന്നും അത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നൊക്കെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മഴയെ ഇറക്കിയിട്ടുള്ളത് എന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുടെ നനക്കാൻ വേണ്ടി എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള കാര്യമാണ് മഴ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപകാരം എന്നതുപോലെ തന്നെ അല്ലാഹു തആല ശിക്ഷയായിക്കൊണ്ടും മഴയെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു തആല നശിപ്പിച്ച രീതിയെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്ത് ശുഅറായിൽ അല്ലാഹു തആല പറയുകയാണ് വഅംതർന അലൈഹിം മതറ, അവരുടെ മേൽ നാം ഒരു മഴ ചൊരിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിന്റെ മഴയാണ്? കല്ലിന്റെ, ചൂടുള്ള കല്ലുകളാണ് അവരുടെ മേൽ ചൊരിഞ്ഞത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ ശിക്ഷയായിക്കൊണ്ട് മഴ അല്ലാഹു തആല വർഷിപ്പിക്കാറുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നിഅമത്ത് എന്നതുപോലെ തന്നെ നിഖ്മത്ത്, ശിക്ഷ എന്ന നിലക്കും മഴ ഉണ്ടാകാറുണ്ട്. അല്ലാഹു തആല അതിന് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു കാരണമായി മഴയെ വെച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മഴ ഉണ്ടാകാനുള്ള പല കാരണങ്ങളും സബബുകളും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് മഴ ലഭിക്കാൻ പല കാരണങ്ങളെയും സബബുകളെയും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നമുക്ക് അല്ലാഹു മഴ നൽകും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞു വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവർ തഖ്വയുള്ളവരാകുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള, ആകാശത്തിൽ നിന്നുള്ള ബറക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്നുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് മഴയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ തഖ്വയുള്ളവരായി തീർന്നാൽ, ഈമാനുള്ളവരായി തീർന്നാൽ അവർക്ക് ഭൂമിയിൽ, ഈ ലോകത്ത് തന്നെ അവർക്ക് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് മഴ എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ, നമ്മൾ അല്ലാഹുവിനോട് ധാരാളമായി മഗ്ഫിറത്തിനെ ചോദിച്ചാൽ, ഗുഫ്റാനിനെ ചോദിച്ചാൽ, പാപമോചനത്തെ ചോദിച്ചാൽ അതും മഴ ലഭിക്കാനുള്ള കാരണമായി അല്ലാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. സൂറത്തുൽ നൂഹിൽ കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരം അല്ലാഹു തആല പറയുകയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിക്കൊണ്ട് ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഗുഫ്റാൻ മഗ്ഫിറത്ത് നൽകുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പറഞ്ഞു. യുർസിലിസ് സമാഅ അലൈക്കും ദറാറ, നിങ്ങൾ അങ്ങനെ കൂടുതലായി ഇസ്തിഗ്ഫാർ നടത്തിയാൽ, റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധമായി ധാരാളം മഴ നൽകുമെന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് സൂറത്തുൽ നൂഹിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു തആല നമുക്ക് മഴ നൽകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ അടിയുറച്ചു നിൽക്കുക, ദീനനുസരിച്ച് മരണം വരെ ജീവിക്കുക. ആ നിലയ്ക്ക് ഇസ്തിഖാമത്തു ഫിദ്ദീൻ, ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് മഴ ലഭിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണമാണ്. അല്ലാഹു തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞു വഅല്ലവിസ്തഖാമു അല ത്വരീഖ, അവർ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ ലഅസ്ഖൈനാകും മാഅൻ ഗദഖ, നിങ്ങൾക്ക് നാം സമൃദ്ധമായ ധാരാളം വെള്ളം നാം നിങ്ങൾക്ക് നൽകുമായിരുന്നു, നിങ്ങളെ കുടിപ്പിക്കുമായിരുന്നു, മഴ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വെള്ളം നാം നൽകുമായിരുന്നു എന്ന് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് മഴ ലഭിക്കാനുള്ള കാരണങ്ങളിൽ മറ്റൊന്നാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴ ലഭിക്കാൻ വേണ്ടിയുള്ള നമസ്കാരം. റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. മഴ ലഭിക്കാതെ ക്ഷാമമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, മഴ ലഭിക്കാതെ ഒരു സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുള്ള നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, വെള്ളത്തെ തേടിക്കൊണ്ടുള്ള, മഴയെ തേടിക്കൊണ്ടുള്ള നമസ്കാരം. അത് മുഖേനയും അല്ലാഹു തആല മഴ നൽകിയിട്ടുണ്ട്. മഴ നൽകും. മഴ നൽകാനുള്ള ഒരു കാരണമായി ഇസ്ലാം പഠിപ്പിക്കുന്ന സബബുകളുടെ കൂട്ടത്തിൽ ഒരു സബബാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക എന്നുള്ളതും മഴ ലഭിക്കാനുള്ള കാരണങ്ങളാണ്. പ്രത്യേകിച്ചും ഖുതുബയുടെ വേളയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്ഷാമമാണ്. ആ ഒരു മനുഷ്യൻ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അഗ്ഹിനാ, നിങ്ങൾക്ക് ധാരാളമായി മഴ നൽകണമേ എന്ന റസൂലിന്റെ പ്രാർത്ഥന ആ ഖുതുബ അവസാനിക്കുന്നതോടുകൂടി ധാരാളമായി മഴ ലഭിച്ച സംഭവം. അതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു, ഖുതുബയിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അത് മഴ ലഭിക്കാനുള്ള കാരണമാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴ ലഭിക്കുന്ന പല കാരണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മഴ ലഭിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് ഒരു ഹദീസിന്റെ, ദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും, വലം യംനഉ സകാത അംവാലിഹിം, അവർ സകാത്ത് നൽകിയിട്ടില്ല എങ്കിൽ, ഇല്ലാ മുനിഉൽ ഖതറ, അവർ സകാത്ത് നൽകിയിട്ടില്ല എങ്കിൽ അല്ലാഹു തആല അവർക്ക് ഖതർ അഥവാ മഴ അവർക്ക് അല്ലാഹു തആല തടയും. അവർ സകാത്ത് നൽകിയിട്ടില്ലെങ്കിൽ, സകാത്ത് നൽകപ്പെടാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ സകാത്ത് നൽകിയിട്ടില്ല എങ്കിൽ, നമ്മൾ സകാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ, ഇല്ലാ മുനിഉ അൽ ഖതറ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് മഴ അല്ലാഹു തആല അവർക്ക് തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് തടയപ്പെടും മഴ എന്നുള്ളതാണ്. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് മഴ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാൻ സാധിക്കും, വലൗലൽ ബഹായിമു ലം യുൻകിറു, ഇവിടെ നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ, മറ്റു മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മഴ ലഭിക്കപ്പെടുമായിരുന്നില്ല എന്നാണ്. പലപ്പോഴും നമുക്ക് മഴ ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മനുഷ്യരല്ലാത്ത ഒരുപാട് ജന്തുജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നു, അവർക്ക് കൂടിയായിട്ടാണ് അല്ലാഹു തആല ഇവിടെ മഴ നൽകുന്നത് എന്നാണ്. വലൗലൽ ബഹായിമു ലം യുൻകിറു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബഹായിമുകൾ, നാൽക്കാലികൾ, മറ്റു ജീവജാലങ്ങൾ, ജന്തുക്കൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് മഴ ലഭിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ മഴ ലഭിക്കാനുള്ള കാരണങ്ങളിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള കാരണമാണ്. ഇവിടെ ഒരുപാട് നാൽക്കാലികളും മറ്റുമൊക്കെ ജീവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്, അത് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അല്ലാഹു തആല മഴ ഇറക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹ് രാത്രി മഴ പെയ്തു. ആ സുബ്ഹി നമസ്കാരത്തിന് ശേഷം, അന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം സഹാബത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ? അവ സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അല്ലാഹുവും റസൂലിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു തആല ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ, ഇന്ന് പകൽ സമയത്ത്, ഇന്ന് പ്രഭാതത്തിൽ എന്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നിൽ അവിശ്വസിച്ചിട്ടുണ്ട്. മുഅ്മിനായിട്ട് മുഅ്മിനുൻ ബി വകാഫിർ, എന്നിൽ അവിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഫഅമ്മാ മൻ ഖാല, ഇന്ന് മഴ പെയ്ത ഈ ഒരു ദിവസത്തിൽ മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, നമ്മൾക്ക് മഴ ലഭിച്ചത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടുമാണ് എന്ന് പറഞ്ഞവൻ, ഫദാലിക മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്, അവൻ നക്ഷത്രത്തിൽ അവിശ്വസിച്ചവനാണ്, ഞാറ്റുവേലയിൽ അവിശ്വസിച്ചവനാണ്. എന്നാൽ വഅമ്മാ മൻ ഖാല ബിനൗഇ കദാ വകദ, നമ്മൾക്ക് മഴ ലഭിച്ചിരുന്നത് മുതിർന ബിനൗഇ കദാ വകദ, ഇന്ന ഞാറ്റുവേല അനുസരിച്ചാണ്, നക്ഷത്രക്കണക്കനുസരിച്ചാണ് നമ്മൾക്ക്
മഴ ലഭിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ അവർ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, അവർ കാഫിറായിരിക്കുന്നു, അതുപോലെ തന്നെ അവർ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഞാറ്റുവേല കണക്കിൽ ആ കണക്കിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മഴ അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവാണ് അതിന്റെ സമയം തീരുമാനിക്കുന്നത്. ഒരാൾക്കും അതിൽ പങ്കില്ല. ഇവിടെ നക്ഷത്ര കണക്കനുസരിച്ചോ മറ്റു ഞാറ്റുവേലകൾക്കനുസരിച്ചോ ഒന്നുമല്ല മഴ പെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. പലപ്പോഴും മുസ്ലിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന സംസാരമാണ്. നമുക്ക് മഴ ലഭിച്ചാൽ അവർ പറയും ഇത് കർക്കിടക മാസമാണ്, അല്ലെങ്കിൽ പറയും വിഷുവിന്റെ അകവും കുറവും മഴ പെയ്യും തീർച്ച. അങ്ങനെ മുസ്ലിമിന്റെ നാവിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സംസാരം വരുമ്പോൾ കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. മൊത്തത്തിൽ ഒരു കാലാവസ്ഥ, നമ്മുടെ നാട്ടിൽ ഒരു കാലാവസ്ഥ ഉണ്ടാകും. ഈ ഡിസംബറിൽ ഇന്നതാണ് അവസ്ഥ, പൊതുവെ ജൂണിലും ജൂലൈയിലും ആഗസ്റ്റിലും ഇപ്രകാരമാണ് ഉണ്ടാകല് എന്നൊരു ധാരണ തെറ്റല്ല. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഇന്ന മാസമായതുകൊണ്ടാണ്. ഈ നക്ഷത്രക്കണക്കനുസരിച്ച് സംസാരിക്കുന്ന സംസാരം അത് വിഷുവിന്റെ തലേ ദിവസമായതുകൊണ്ടാണ് മഴ പെയ്തത്. ഒരിക്കലും അത് പറയാൻ പാടില്ല. ഇവിടെ കാഫിറുകൾ ഉണ്ടാക്കിയൊരു സമയമാണത്. അതിന് മഴയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മളങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള കുഫറിന്റെ വചനങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾക്ക് മഴ ലഭിച്ചാൽ നമ്മൾ പറയാം നമുക്ക് മഴ ലഭിച്ച അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും മാത്രമാണ്, മറ്റൊരു കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളത് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. ഇവിടെ കാഫിർ എന്ന് പറഞ്ഞ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഒരാൾ മഴ ലഭിക്കുന്നത് നക്ഷത്രങ്ങളുടെ ആ കണക്കനുസരിച്ച് കൊണ്ട് മാത്രമാണ്. അതാണ് ആ നക്ഷത്രമാണ് മഴ നൽകിയത് എന്ന വിശ്വാസത്തിലാണ് അവൻ പറയുന്നതെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണ്. എന്നാൽ അള്ളാഹുവാണ് മഴ നൽകുന്നെന്ന വിശ്വാസമുണ്ട്. പക്ഷേ എങ്കിലും ഈ രൂപത്തിലുള്ള സംസാരം അത് കുഫ്റുൻ അസ്ഗർ, ചെറിയ കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാവിലും ഒരിക്കലും ഇത്തരം കുഫറിന്റെ സംസാരം വരാൻ പാടില്ല. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടി അതൊരിക്കലും വരാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, ആർക്ക് മാത്രമാണ് എപ്പോൾ മഴ പെയ്യും എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഞാൻ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറഞ്ഞു മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ഗൈബിന്റെ താക്കോലുകൾ 5 എണ്ണമാണ്. അത് അള്ളാഹുവല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. 5 കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഒരു കാര്യം എന്താണ്, വലാ യഅലമു മതാ യഅതിൽ മതർ അഹദുൻ ഇല്ലല്ലാഹ്. എപ്പോൾ മഴ വരും എന്നത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല എന്നാണ്. എപ്പോൾ മഴ വരും, മതാ യഅതിൽ മതർ, എപ്പോൾ മഴ വരും എന്നുള്ളത് ഒരാൾക്കും അറിയുകയില്ല, ഇല്ലല്ലാഹ്, അള്ളാഹല്ലാതെ. അപ്പൊ എപ്പോ മഴ വരും, എപ്പോ മഴ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സൃഷ്ടിക്കും അറിയില്ല. അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അള്ളാഹു ഉദ്ദേശിക്കുമ്പോ അത് അള്ളാഹു തആല അവൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കിനോട് അതിനുള്ള ഓർഡർ കൊടുക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഉച്ചരിച്ചുള്ള കുഫറിന്റെ വചനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കണക്ക് തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. കാഫിറുകൾ ആളുകളായി കുഫാറുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടില്ല ഈ കണക്ക് തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. പലപ്പോഴും പല ആളുകളും ഈ മഴയുടെ കണക്ക് പറയാനായി ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടാകും. ആ മാസത്തെ കൃത്യമായി അറിയുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവും. പക്ഷെ ഹിജ്റ വർഷമോ അല്ലെങ്കിൽ ഹിജ്റയുടെ മാസമോ അവർക്കറിയില്ല. ഇത് വളരെ കൃത്യമായിരിക്കും. എന്നിട്ട് മഴ പെയ്താൽ, മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്താ കർക്കിടകമായിട്ടും അല്ലെങ്കിൽ ഈ മാസമായിട്ടും മഴ പെയ്യാത്തുന്ന പരാതി ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരിക്കലും അത് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഴ പെയ്യുന്ന ഒരു സന്ദർഭമാണ്. മഴയുടെ സന്ദർഭത്തിൽ, മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മതർ, റസൂലുള്ള മഴ കണ്ടാൽ റസൂലുള്ള പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കും. അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് അല്ലാഹുവിനോട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഴ തോർന്നു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടുമാണ് നമ്മൾക്ക് മഴ ലഭിച്ചത് എന്നുള്ള മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നമ്മളിൽ നിന്ന് മഹ്ജൂറത്തായിട്ടുള്ള അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്താണ് പുതുമഴ കൊള്ളുക എന്നുള്ളത്. പുതുമഴ ഇവിടെ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾക്ക് ആദ്യം ലഭിക്കുന്ന മഴ അത് കൊള്ളുക എന്നുള്ളത് സുന്നത്താണ്.
നമ്മളിൽ ഇല്ലാത്ത സുന്നത്താണ്, അത് ബറക്കത്തുള്ള വെള്ളമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് സഹാബി. അസാബനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതറു, ഞങ്ങൾ റസൂലിന്റെ കൂടെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് മഴ ഉണ്ടായി. ആ സമയത്ത് ഫഹസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബഹു, റസൂലിന്റെ വസ്ത്രം മൂടി. എന്നിട്ട് ഹത്ത അസാബഹു മിനൽ മതർ, റസൂലുള്ളാഹി കുറച്ചു നേരം മഴ കൊണ്ടു. റസൂലുള്ള വസ്ത്രം മൂടിയിട്ട് കുറച്ചു നേരം മഴ കൊണ്ടു. ഫഖുൽന, ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, റസൂലേ ലിമാ സനഅത ഹാദാ, എന്താ റസൂലേ നിങ്ങൾ ചെയ്യാനുള്ള കാരണം? മഴ പെയ്തപ്പോൾ വസ്ത്രം മൂടി മഴ കൊള്ളാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ലിഅന്നഹു ഹദീസ് വഹദിൻ ബിറബ്ബിഹി, ഇത് തന്റെ രക്ഷിതാവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നിന്നുള്ള ഏറ്റവും അടുത്തൊരു പുതുമയുള്ള പുതുക്കം ചേർന്ന പുതിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതുമഴ കൊള്ളുക എന്നുള്ളത് ഇമാം നബവി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവ്വലുൽ മതർ, ഒരു വർഷത്തിന്റെ തുടക്കത്തിലുള്ള മഴ കൊള്ളുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, അതിന് ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ ആശയത്തിലുള്ള ഹദീസുകൾ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാഹു